കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാവ് ഇപ്പോൾ ഉറപ്പായിട്ടും അത് പ്രിയങ്ക ഗാന്ധി തന്നെയാണ്. ഈ ഖർഗെ എന്നൊക്കെ പറഞ്ഞ് വെറുതെ വെച്ചിരിക്കുന്നതാണ്. അവർ ഇന്ന് നടത്തിയ, അതായത് ട്വിറ്റർ എന്ന് പറയും, എക്സ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം, അപ്പം അതിനകത്ത് അവർ ചെയ്തിരിക്കുന്ന ട്വീറ്റ്, അവരെന്താണ് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്, പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അങ്ങോട്ട് വായിച്ച് നോക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയും ഹമാസിന്റെ കൂടെ, പാലസ്തീൻ്റെ കൂടെ അല്ല. എനിക്കറിയത്തില്ല, ഈ പ്രിയങ്ക ഗാന്ധിയുടെ ട്വിറ്റർ ഹാൻഡിലേഴ്സ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അവരുടെ അനുവാദമില്ലാതെ അതിനകത്ത് കയറി ട്വീറ്റ് ചെയ്യാനും പറ്റത്തില്ല. അവർ അതിഭയങ്കരമായ ദുഃഖവും സോറോയും അനുകമ്പയും ബഹുമാനവുമാണ് ഹമാസിന്റെ ടെററിസ്റ്റുകൾ അവർക്ക് കൊടുത്തിരിക്കുന്നത്. അതിന് വലിയ ദുഃഖം രേഖപ്പെടുത്തി 400ഓളം പേര് കൊല്ലപ്പെട്ടു. ഈ 400 പേരിൽ വ്യക്തമായ കണക്കുകൾ ഇന്റർനാഷണൽ മീഡിയ ഒക്കെ റിപ്പോർട്ട് ചെയ്തു. അതിനകത്ത് വലിയൊരു ഭൂരിപക്ഷവും, ഇപ്പം ഞാൻ ഈ പറയും 400ന്റെ കണക്ക് ഇനി വരാൻ പോകുന്ന 1000-ന് മുകളിലാണ് ഈ കണക്ക്. അതിനകത്ത് തന്നെ ഏകദേശം 70% കൊല്ലപ്പെട്ടിരിക്കുന്നത് ഹമാസിന്റെ ടെററിസ്റ്റുകളാണ്. ഇവരെല്ലാം കൂടെ, ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു, ഇവരെല്ലാം കൂടെ പെട്ടെന്ന് വെടിനിർത്തലുമായിട്ട് ഇവര് ഒരുമിച്ചങ്ങ് കുടുംബമായിട്ടൊക്കെ ചേർത്ത് ഇവർ ക്യാമ്പുകളൊക്കെ തുടങ്ങി വലിയ ആഹ്ലാദം പങ്കിട്ട സമയത്താണ് ഇസ്രായേൽ കയറി ബോംബ് ചെയ്യുന്നത്. ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം, കോൺഗ്രസ് പാർട്ടിയുടെ ഈ പറയുന്ന സെക്യുലറിസം പൂർണ്ണമായിട്ടും കപടതയാണ്. ഇതൊക്കെ വിശ്വസിച്ച ഒരു കാലത്ത് കോൺഗ്രസ് പാർട്ടിയെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ്. പക്ക കള്ളത്തരമാണ്, പക്ക 100% കള്ളത്തരമാണ്. ടെററിസത്തെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ അതിനെ ഇൻസ്പയർ ചെയ്ത പൊളിറ്റിക്കൽ പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. പറയാൻ കാരണം, കോൺഗ്രസ് പാർട്ടി ഇന്ത്യയിൽ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഏകദേശം 2 ലക്ഷത്തിലധികം പേരാണ് ടെറർ ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ടിരിക്കുന്നത്, കാശ്മീരും ഇന്ത്യയുടെ മലഭാഗങ്ങളായിട്ട്. അപ്പൊ ഇത് കേൾക്കുന്ന കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കളും പ്രവർത്തകരോട് ചോദിക്കട്ടെ, അതിലെത്ര പേരെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു? ഇതിനകത്ത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, എത്ര പേരെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു? ഇത് ഞാൻ പല വീഡിയോയിലും കൂടെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്ത് കൃത്യമായ ഉത്തരവ് ആരും തരുന്നില്ല. ഇത് കേൾക്കുന്ന മലയാളികൾ മനസ്സിലാക്കുക, കോൺഗ്രസ് പാർട്ടി ഈ പറയുന്ന മതേതര ഇന്ത്യ എന്ന് പറയുന്ന, കോൺഗ്രസ് പാർട്ടി പറയുന്ന മതേതര ഇന്ത്യ വലിയ കാപ്പട്യമാണ്. ഒരു കമ്മ്യൂണിറ്റിയോട് മാത്രമാണ് ഈ മതേതരം എന്ന് പറയുന്നത്. അത് വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന്റെ ഭാഗമാണ്. ബാക്കിയുള്ള ഇന്ത്യയിലുള്ള വലിയൊരു ഭൂരിപക്ഷത്തിനും മനസ്സിലാക്കാൻ തുടങ്ങി കോൺഗ്രസ് പാർട്ടി പറയുന്ന ഈ മതേതരം എന്ന് പറയുന്ന പക്ക കള്ളത്തരമാണ്, കപടതയാണ്. ഈ പ്രിയങ്ക ഗാന്ധിയുടെ ട്വീറ്റ് എടുത്തു പോയി കഴിഞ്ഞാൽ അവർക്ക് വളരെ ദുഃഖം. അവിടെ കുഞ്ഞുങ്ങൾ, 1200 പേര് കഴിഞ്ഞ ഒക്ടോബർ 8 ഹമാസിന്റെ ആൾക്കാര് 1200 പേരെയാണ് കൊന്നത്. എല്ലാ അധികവും നിരപരാധികൾ. എന്തിനാ കൊന്നത്? അത് ടെറർ അറ്റാക്കിന്റെ ഭാഗമായിട്ട് കൊന്നതാണ്. ഇവരെന്താ പട്ടാളക്കാരൻ? ഇവരെന്താ ഇസ്രായേലി ഫോഴ്സ്? ഒരു പാർട്ടി നടക്കുക, യങ്സ്റ്റേഴ്സിന്റെ ഒരു നോവ പാർട്ടി. അതിനകത്തോട്ട് വലിഞ്ഞു കയറി വന്ന ആൾക്കാരെ ക്രൂരമായിട്ട്, കൊച്ചുകുട്ടികളെ, സ്ത്രീകള്, ഇത്രയും പേരെ ക്രൂരമായി കൊന്നിട്ട് അതിനെപ്പറ്റി പ്രിയങ്ക ഗാന്ധി, ഈ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കൾ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. ആ ടെററിസ്റ്റുകളെ തിരിച്ച് അറ്റാക്ക് ചെയ്തപ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് അങ്ങ് നൊന്തു. വയനാട്ടിൽ വോട്ട് ചെയ്ത ഈ ഇന്ത്യ മലയാളികൾ മനസ്സിലാക്കുക, പ്രിയങ്ക ഗാന്ധിയെ കാണുമ്പോൾ ഇന്ദിരാഗാന്ധിയുടെ മോന്തയാ, മുഖവ, മൂക്ക, കണ്ണ, ചെവിയ, കോപ്പ്. നോൺസെൻസ്. ഇറ്റാലിയൻ, സോണിയാഗാന്ധി ഇറ്റാലി മകള്, നോൺസെൻസ്. ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്ത് എന്ത് ഇറ്റലി? ഇതൊക്കെ നിങ്ങൾക്ക് വത്തിക്കാനും ഇറ്റലിയായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾ സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയൊക്കെ പറയുന്നത്
ബേസ്ലെസ് ആണ് ബേസിക്കലി നിങ്ങൾ കാണിക്കുന്നത്. കാരണം ഈ വയനാട് എന്ന് പറയുന്നത് ശരിക്കും കാത്തലിക് ക്രിസ്ത്യൻ ആൾക്കാർ വോട്ടേഴ്സ് ഉണ്ട്. നിങ്ങളൊക്കെ ഈ പേക്കൂത്ത് പെൺകുട്ടി സ്ത്രീക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ചോദിക്കേണ്ട ഇഷ്യൂ ആണിത്. ഇപ്പൊ ഇസ്രായേൽ ആ രാജ്യത്ത് എത്രയോ മലയാളികൾ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാരോട് വർക്ക് ചെയ്യുന്നു. ഇവിടെ ഇടുക്കിക്ക് എത്ര മലയാളികളാണ് കൊല്ലപ്പെട്ടത് അവിടെ ഭീകരന്മാരുടെ ബോംബും ആക്രമണവും മിസൈലും കൊണ്ട്. പറഞ്ഞേ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഈ കോൺഗ്രസ് പാർട്ടി, ഞാൻ ശരിക്കും കോൺഗ്രസ് പാർട്ടിയെ പഠിച്ചത് കാരണം ചെറുപ്പത്തിൽ KSUം അത് കഴിഞ്ഞ് ഡൽഹിയിൽ എനിക്ക് കോൺഗ്രസുമായിട്ടൊരു ബന്ധമുണ്ട്. ഈ പാർട്ടിയുമായിട്ട് അടുത്ത് പെരുമാറാനും പഠിക്കുവാനും അതിൻ്റെ നേതാക്കളൊക്കെ എനിക്ക് ശരിക്കും അറിയാം, പേഴ്സണൽ പരിചയമുണ്ട് പലരുമായിട്ട്. ഇതേപോലെ കള്ളത്തരവും കപടതയും അഴിമതിയും നിറഞ്ഞൊരു പൊളിറ്റിക്കൽ പാർട്ടി, അതിൻ്റെ നേതാവ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നവരാണ്. നിങ്ങൾ മനസ്സിലാക്കുക. പ്രിയങ്ക ഗാന്ധി ഇങ്ങനൊരു ട്വീറ്റ് ചെയ്ത് ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ കേരളത്തിലെ മത തീവ്രവാദികൾ പറയുന്ന അതേ ലൈൻ ഹമാസിനും ഹിസ്ബുള്ളയും തീവ്രവാദികൾക്ക് അനുകൂലമായിട്ട് പ്രിയങ്ക ഗാന്ധി നിൽക്കുന്നു. അപ്പം ഈ ഇസ്രായേലും ജെറുസലേമിനെയൊക്കെ പറ്റി പറയുന്ന കേരളത്തിലെ ക്രൈസ്തവര് ആലോചിച്ച് നോക്ക്, എന്താണ് ഈ പാർട്ടിയുടെ തീരുമാനം? നിങ്ങളുടെ അവിടെയുള്ള ലോക്കൽ നേതാക്കളോട് ചോദിക്കും. പ്രിയങ്ക ഗാന്ധി എന്ന് പറഞ്ഞൊരു ഇഡിയറ്റ് ഇങ്ങനെ ഒരു സംഭവം ചെയ്തു കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് നിങ്ങളിലുണ്ടാകേണ്ട പ്രതികരണം? അബ്സല്യൂട്ട്ലി നോൺസെൻസ്. അതായത് പൂർണ്ണമായിട്ടും ഭീകരവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന പ്രിയങ്ക ഗാന്ധി. ഇതിൻ്റെ പാലസ്റ്റീൻ എന്ന് പറഞ്ഞതിൻ്റെ ഒരു സംഭവം പറയട്ടെ. ഗാസയിൽ താമസിക്കുന്നവർക്ക് ഈ പാലസ്റ്റീൻ അതോറിറ്റി PA അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ആദ്യം മനസ്സിലാക്കുക, അവിടെ ഹമാസ് അനുകൂലികളാണ് ഗാസയിൽ താമസിക്കുന്നത്. ഹമാസിന്റെ ഓട്ടോണമസ് ആയിട്ടുള്ള ഭരണമായിരുന്നു. അവർക്ക് ഈ പാലസ്റ്റീൻ അതോറിറ്റിക്ക് വേണ്ടി യാതൊരു ബന്ധവും ഇല്ല. ആദ്യം അത് തലയിലിടുക. പാലസ്റ്റീൻ അതോറിറ്റി അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് താമസിക്കുന്ന വെസ്റ്റ് ബാങ്കിലാണ്. ഗാസയിലുള്ളത് മുഴുവൻ ഹമാസിന്റെ ആൾക്കാരാണ്. അവരെ പാലസ്റ്റീൻ എന്ന് പറയുന്നത് തെറ്റാണ്. അവർ പാലസ്റ്റീൻകാരല്ല. അവരെ ഒരു കാരണവശാലും പാലസ്റ്റീൻ അതോറിറ്റിയും ഈ പാലസ്റ്റീനെ ആ ഗവൺമെന്റിനെ അവർ അംഗീകരിക്കുന്നില്ല. ആദ്യം മനസ്സിലാക്കുക. ഹമാസിന്റെ ഫിലോസഫി എന്ന് പറയുന്നത് ഇസ്ലാമിക ജിഹാദാണ്. അതിൽ കൂടെയാണ് അവിടെ അവർ വിജയിക്കേണ്ടത് എന്നാണ് അവർ പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് വെപ്പൺസും ബോംബുകളും, അതായത് ഒന്നും അറിയാത്ത സാധാരണക്കാരനെയും കൊല്ലുക, ജൂയിഷിനെ മാത്രമല്ല ക്രിസ്ത്യൻസിനെയും കൊല്ലുക. ഇത് ഇസ്ലാമിക ജിഹാദിന്റെ അവരുടെ സ്ലോഗനാണ്. ഈ ആദ്യം മനസ്സിലാക്കേണ്ട ഈ റാഡിക്കൽസിന്റെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് ഹിന്ദുക്കളല്ല, ലോകത്തിലെ ക്രിസ്ത്യൻസാണ് അവരുടെ മെയിൻ അജണ്ട. അവരെയാണ് തീർക്കേണ്ടത്. അതുപോലെ എല്ലാവരും പരസ്യമായിട്ട് പറയുന്നത്. അപ്പോൾ അങ്ങനെ പോകുന്ന ഗാസയിലുള്ള ഹമാസിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ കേരളത്തിലെ ക്രൈസ്തവരാണെങ്കിലും കേരളത്തിലെ ഹിന്ദുക്കളാണെങ്കിലും നിങ്ങൾ ഈ പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ ഉണ്ണാക്കനെയും മൊണ്ണയൊക്കെ പൊക്കി കിടക്കുന്നവർ ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കളോട് ചോദിക്കണം, എങ്ങനെയാണ് ഇത്രമാത്രം നിങ്ങൾക്ക് ഹമാസിനെ പ്രേമിക്കാനും ബഹുമാനിക്കാനും അനുകമ്പയൊക്കെ വന്നത്? ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തെ നിങ്ങൾ അംഗീകരിക്കുന്നത്, അതായത് കോൺഗ്രസ് പാർട്ടി ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തെ അംഗീകരിക്കുന്നില്ല. അവർ ഹമാസിനെയും പാലസ്റ്റീനെയും മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ. ഞാനൊരു ഒരു ചരിത്രപരമായ സത്യം പറയാം. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹ റാവുവാണ് ഇസ്രായേലുമായിട്ട് ബൈലാട്രിയൽ, അതായത് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാശ്മീർ ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ടാണ് തുടങ്ങുന്നത്. അന്ന് രാജീവ് ഗാന്ധിയുടെ കൂടെ ഉണ്ടായിരുന്ന മണിശങ്കർ അയ്യരും ഈ കോൺഗ്രസ് ഫാമിലിയുടെ, അതായത് സോണിയാഗാന്ധിയുടെ കോട്ടറീസ്, അതിൻ്റെ കൂടെ നടക്കുന്നവരെല്ലാം അതിഭയങ്കരമായ രീതിയിൽ നരസിംഹറാവുവിനെ എതിർത്തു. അതായത് പറഞ്ഞതിൻ്റെ കാര്യം, ഇസ്രായേലിനെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല നമുക്ക് പാലസ്റ്റീനുള്ള സമയത്ത്. ഇതിനെയെല്ലാം അതിജീവിച്ചാണ് നരസിംഹറാവു ഈ ബന്ധം ഉണ്ടാക്കിയത്.
കാരണം ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റിക്ക് ഇസ്രായേലി ഇൻ്റലിജൻസും അവരുടെ കേപ്പബിലിറ്റി ആവശ്യമാണ്. കാരണം കാശ്മീർ ടെററിസം, ഇസ്ലാമിക ടെററിസം ഇന്ത്യയിലുണ്ട്. ഇങ്ങനെയാണ് ഈ ബന്ധം സ്ട്രെങ്തൻ ചെയ്യുന്നത്. പിന്നീടാണ് നമ്മൾ ഇസ്രായേലുമായിട്ട് ഡിഫൻസ് എഗ്രിമെൻറ്റും പാക്റ്റും, അവരുടെ ആയുധങ്ങളും അവരുടെ ട്രെയിനിങ്ങും മറ്റു പലത് സെക്യൂരിറ്റി ആസ്പെക്ട്സുമായിട്ട്, നാഷണൽ സെക്യൂരിറ്റിയായിട്ട് ബന്ധപ്പെട്ട് രണ്ട് രാജ്യങ്ങളും കൂടുതലങ്ങ് അടുത്തു. ഇതാണ് തുടക്കം. അതിനന്നും ഏറ്റവും കൂടുതൽ എതിർത്തത് ഈ പറയുന്ന നെഹ്റു ഫാമിലിയും ഈ സോണിയാഗാന്ധിയുടെ കൂടെ നിൽക്കുന്ന മണിശങ്കർ അയ്യർ. അതിനെപ്പറ്റിയുള്ള സ്റ്റേറ്റ്മെന്റ് എടുത്ത് വായിച്ചു നോക്കാം. ഏറ്റവും ശക്തമായ രീതിയിലാണ് മണിശങ്കർ അയ്യർ, അതേപോലെ അന്നുണ്ടായിരുന്ന ഒരു എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പൊ അയാളെയൊക്കെ തട്ടി മാറ്റിയിട്ടാണ് നട്വർ സിംഗ് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആയിരുന്നു. ഇവരെയൊക്കെ ഒതുക്കിയ ശേഷമാണ് ഈ സംഭവം നരസിംഹറാവു നടപ്പിലാക്കുന്നത്. കാരണം നാഷണൽ സെക്യൂരിറ്റി. അപ്പൊ അന്ന് എതിർത്തവർ ഇന്നും അതേപോലെ ഇസ്രായേലിനെ എതിർക്കുകയാണ്. അത് അവർക്ക് താല്പര്യം ഹമാസിനോടാണ് കൂടുതൽ പ്രേമം. ഇപ്പൊ കേരളത്തിലെ മരം കൊണ്ടയന്മാരായിട്ട് ഇവർക്ക് വോട്ട് ചെയ്യുന്നവർ മനസ്സിലാക്കുക, ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഇസ്രായേൽ. നമ്മൾ ഏത് രീതിയിൽ സഹായിക്കുന്നവരാണ്, ഏത് ഇവൻച്വാലിറ്റിയിലും. ഇപ്പൊ ബാലാക്കോട്ടാണെങ്കിലും ചൈനീസ് ഇഷ്യൂ വന്ന സമയത്താണെങ്കിലും ഈ ബോംബെ അറ്റാക്ക് ആണെങ്കിൽ അപ്പോഴെല്ലാം നമ്മൾ അത്രയും പെട്ടെന്ന് ഇസ്രായേൽ പെട്ടെന്നാണ് നമ്മൾ അതിനെ റെസ്പോണ്ട് ചെയ്യുകയും റിയാക്ട് ചെയ്യുകയും എല്ലാ സഹായമായിട്ട് എത്തിയത്. അപ്പം അന്ന് ഈ ബോംബെ അറ്റാക്ക് സമയത്ത് റാവുവിൻ്റെ ക്യാബിനറ്റുള്ള എല്ലാവരും പറഞ്ഞു നമ്മൾ അന്ന് ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഇസ്രായേലാണ്. അതായത് വീണ്ടും ആ പഴയ രീതിയിൽ കോൺഗ്രസിൻ്റെ, അതായത് ഈ ഹമാസ്, പാലസ്തീൻ, ആ രീതിയിൽ ഇസ്ലാമിക ടെററിസം, അതിന് അനുകൂലമായ നിലപാടിലോട്ട് കോൺഗ്രസ് പാർട്ടിയെ കൊണ്ടുപോവുകയാണ് പ്രിയങ്ക ഗാന്ധി ആണെങ്കിലും രാഹുൽ ഗാന്ധി ആണെങ്കിലും ഈ കോൺഗ്രസ് നേതാക്കൾ ചെയ്യുന്നത്. ഇന്ന് കോൺഗ്രസ് പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുന്ന ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് ചെറിയൊരു കേരളത്തിൽ നിന്നാണ്. അപ്പം അവിടെ വോട്ട് ചെയ്യുന്ന ഇവിടെ കേരളത്തിലുള്ള ക്രൈസ്തവരും ഹിന്ദു കമ്മ്യൂണിറ്റി ഉള്ളവർ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റിയാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ്, അതോ ഇവിടെ ഹമാസ് ആണോ താല്പര്യം. പിന്നെ ക്രൈസ്തവർ മനസ്സിലാക്കേണ്ട സംഭവം, ക്രൈസ്തവർ ഹോളി സിറ്റിയാണ് ജെറുസലേം, അതായത് മുസ്ലിങ്ങൾക്ക് മെക്ക എന്ന് പറയുന്നത് പോലെ, ഹിന്ദുക്കൾക്ക് അയോധ്യയാണെങ്കിൽ റാം ടെമ്പിൾ എന്ന് പറയുന്നത് പോലെ. അതിനെ നശിപ്പിക്കാൻ നടക്കുന്ന ഹമാസിനെ പിന്തുണയ്ക്കുന്ന പ്രിയങ്ക ഗാന്ധിയെ നിങ്ങൾ പിന്തുണയ്ക്കുന്നോ ഇല്ലയോ? ബോധത്തോട് ചിന്തിക്കുക, എന്നിട്ട് തീരുമാനിക്കുക ഇനി കോൺഗ്രസ് പാർട്ടിക്ക് നിങ്ങൾ വോട്ട് ചെയ്യണോ വേണ്ടായോ. ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ്, പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല. ഈ ചാനൽ പൂർണ്ണമായിട്ട് ഫ്രീ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം ഈ യൂട്യൂബ്, ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത് അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇപ്പം ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. മേക്ക് ഇറ്റ് ക്ലിയർ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട്. നല്ല മാൻ പവർ വേണം, കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം. അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം. കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാം, എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല. സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാൻ. ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററി അങ്ങനെ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്.